നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ലോക്സഭാ പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കിടെ ബുധനാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചോദിച്ച ചോദ്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ വിറപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെ? തുടർന്ന് രാഹുൽ ഇംഗ്ലണ്ടിലാണെന്നും ലോക്സഭാ രേഖകൾ പരിശോധിച്ചാൽ ഏറ്റവും കുറച്ച് ഹാജറുള്ളത് പ്രതിപക്ഷ നേതാവിനാണെന്നും എന്നിട്ടും എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കില്ലെന്ന് പരാതി പറയുന്നുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. അമിത്ഷായുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ചില സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ്. പാർലമെന്ററി നടപടികളിൽ ഭരണകക്ഷിയെ സ്പീക്കർ അനുകൂലിക്കുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്പീക്കർ സ്ഥാനം പാർട്ടി രാഷ്ട്രീയത്തിന് മുകളിലാണ്. അത് പാർലമെന്റിന്റെ അന്തസ്സ് നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. സ്പീക്കർ ഓം ബിർള അക്കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തുന്നില്ല. ഈ വിഷയത്തിൽ സ്പീക്കർക്കെതിരെ അത്തരമൊരു പ്രമേയം കൊണ്ടുവരുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങളുടെ പ്രതിച്ഛായ മോശപ്പെടുത്തുന്നതാവും. സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തും. സ്പീക്കർ ഒരു പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. സ്പീക്കറുടെ ഓഫീസ് മുഴുവൻ സഭയെയും പ്രതിനിധീകരിക്കുന്നു. പക്ഷപാതപരമായ കാഴ്ചപ്പാടിലൂടെ കാണരുത്. പാർലമെന്റിലെ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു നിഷ്പക്ഷ അധികാരിയാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്. സ്പീക്കർ ഒരു പാർട്ടിയുടെ സ്വന്തമല്ല. സ്പീക്കർ മുഴുവൻ സഭയുടെയും സ്വന്തമാണ്. എല്ലാ പാർലമെന്റ് അംഗങ്ങളുടെയും അവകാശങ്ങളുടെ സംരക്ഷകനാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള പ്രമേയം അസാധാരണവും ഖേദകരവുമാണ്. ഇത് പാർലമെന്ററി രാഷ്ട്രീയത്തിന് ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്ന നിമിഷമാണ്. ഈ നീക്കം തന്നെ അസാധാരണമാണ്. പതിവ് രാഷ്ട്രീയ വിയോജിപ്പായി കണക്കാക്കാനാവില്ല. പാർലമെന്ററി രാഷ്ട്രീയത്തിന് നിർഭാഗ്യകരമാണ്. സ്പീക്കർ പദവി ഏറ്റെടുത്തപ്പോൾ ട്രഷറി ബെഞ്ചുകളിലെയും പ്രതിപക്ഷങ്ങളിലെയും അംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് സ്പീക്കറുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ സംശയങ്ങൾ ഉന്നയിക്കുന്നത് വൈരുദ്ധ്യമാണ്. ഭാരതത്തിന്റെ പാർലമെന്ററി പ്രതിച്ഛായ അപകടത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ഇത്തരം തർക്കങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ആഗോള പ്രശസ്തിയെ നശിപ്പിക്കും. ഭാരത പാർലമെന്ററി സംവിധാനത്തെ ലോകമെമ്പാട് ബഹുമാനിക്കുന്നു. ഈ തരം കാമ്പില്ലാത്ത വിവാദം ആ പ്രശസ്തിയിൽ അനാവശ്യമായി നിഴൽ വീഴ്ത്തും. പാർലമെന്റിന്റെ പ്രധാന സമ്മേളനങ്ങൾ ചേരുന്ന വേളകളിലെല്ലാം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിദേശയാത്ര ചെയ്യുന്നു. എന്നിട്ട് സഭയിൽ തനിക്ക് സംസാരിക്കാൻ അനുവാദം നൽകുന്നില്ലെന്ന് പറയുന്നു. 15, 16, 17 ലോക്സഭകളുടെ സമ്മേളന കണക്കുകൾ ഉദ്ധരിച്ചാൽ പാർലമെന്റിലെ രാഹുലിന്റെ ഹാജർ രേഖ ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയാണ്. 17 ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ഹാജർ 51%. ദേശീയ ശരാശരി 66%. 16 ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ഹാജർ 52%. ദേശീയ ശരാശരി 80%. 15 ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ഹാജർ 43%. ദേശീയ ശരാശരി 76%. പത്രസമ്മേളനത്തിനിടെ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ലോക്സഭയിൽ ചർച്ച നടത്താൻ ശ്രമിച്ചതിനും അത്തരമൊരു ചർച്ച അനുവദനീയമല്ലാത്തതിനാൽ സ്പീക്കർ വിസമ്മതിച്ചതിനുമാണ് ഈ നീക്കം. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. സ്വന്തം പത്രസമ്മേളനത്തിനുമേൽ ഒരു ചർച്ച പാർലമെന്റിൽ നടത്തുക. ഇവിടം ചന്തയല്ല, ഇത് ലോക്സഭയാണ്. നിങ്ങളുടെ മുതുമുത്തച്ഛൻ മുതൽ മുത്തശ്ശി വരെ, നിങ്ങളുടെ അച്ഛൻ വരെ ഭാരതത്തിന്റെ ഉന്നത നേതാക്കൾ ഉണ്ടായിരുന്നു. ലോക്സഭയിൽ ആരുടെയും പത്രസമ്മേളനത്തെക്കുറിച്ച് അവരാരും ചർച്ച നടത്തിയിട്ടില്ല. നുണകളെ അടിസ്ഥാനമാക്കിയുള്ള തന്റെ മഹത്തായ പത്രസമ്മേളനം സഭയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചുവെങ്കിൽ ഓം ബിർള സഭയുടെ നിലവാരം തകരാൻ അനുവദിക്കാതെ സഭയ്ക്കൊരു ഉപകാരം ചെയ്തു. സഭയിലെ ഈ ചർച്ച രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം പരിശോധിക്കാനല്ല, സ്പീക്കറുടെ പെരുമാറ്റം പരിശോധിക്കാനാണ്. അവിശ്വാസ പ്രമേയം സ്പീക്കറുടെ പെരുമാറ്റത്തെയും കുറിച്ച് ചർച്ച ചെയ്യാനാണ്. രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തെയും കുറിച്ച് ചർച്ച ചെയ്യാനല്ല. നിങ്ങൾ കണ്ണിറക്കുന്നു, ചുംബിക്കുന്നു, അതൊക്കെ ചർച്ച ചെയ്യാൻ ആർക്ക് നേരം? അമിത്ഷാ ചോദിച്ചത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇതൊക്കെ കേൾക്കാൻ അവിടെ ഇല്ലായിരുന്നു. ഈ ഒരു വേളയിലാണ് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയെ കുറിച്ച് രൂക്ഷമായ വിമർശനം അമിത്ഷാ സഭയിൽ അവതരിപ്പിച്ചത്.